ഏഷ്യയിലെ ഏറ്റവും പഴക്കമേറിയ എലിഫന്റ് ക്യാമ്പ് നമ്മുടെ നാട്ടിലാണ്. തമിഴ്നാട്ടിലെ മുതുമല ടൈഗർ റിസർവിൽ. ഈ ആനപ്പെരുമയെ പകർത്തിയ ദ എലിഫന്റ് വിസ്പറേഴ്സ് എന്ന ഡോക്യുമെന്ററിക്ക് 2022 ബെസ്റ്റ് ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിമിനുള്ള അവാർഡ് ലഭിച്ചു. നൂറ്റാണ്ട് പഴക്കമുള്ള എലിഫന്റ് ക്യാമ്പിലെ ഏറ്റവും ആകർഷകമായ കാഴ്ച ആനയൂട്ടാണ്. കുസൃതി കാണിച്ചു വരുന്ന കുഞ്ഞാനകൾ മുതൽ കുറുമ്പ് കാണിച്ചതിന് കൂച്ചുവിലങ്ങിട്ട മുതിർന്ന ആനകൾ വരെ അനുസരണയോടെ പാപ്പാന്മാർ നൽകുന്ന ഭക്ഷണം കഴിക്കുന്ന കാഴ്ച അവിസ്മരണീയമാണ്. ഊട്ടിയിലേക്കോ മൈസൂരിലേക്കോ പോകുന്നവർക്ക് ഒന്ന് സമയം ക്രമീകരിച്ചാൽ ആനയൂട്ട് കാണാം. രാവിലെ 8:30 മുതൽ 9 വരെയും വൈകിട്ട് 5:30 മുതൽ 6 മണി വരെയുമാണ് സമയം. ബ്രിട്ടീഷുകാർ മരം കൈകാര്യം ചെയ്യാൻ വേണ്ടിയാണ് ആന പരിശീലന ക്യാമ്പ് തുടങ്ങിയത്. ഇന്ന് തെന്നിന്ത്യയിൽ ആനകളെ മെരുക്കാനോ കാട്ടാനകളെ ഓടിക്കാനോ ആവശ്യമുണ്ടെങ്കിൽ മുതുമലയിലെ കുങ്കിയാനകളാണ് എത്തുക. മൂന്നാറിലെ അരിക്കൊമ്പനെ തളയ്ക്കാൻ പോലും മുതുമലയിൽ നിന്ന് ആനകളെ കൊണ്ടുപോയിരുന്നു. മുതുമല ടൈഗർ റിസർവിന്റെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന തെപ്പക്കാട്ടിൽ മോയാർ നദിയോരത്താണ് ആന ക്യാമ്പ്. പച്ചപ്പാർന്ന ഒരു ചെറു കുന്നിന്റെ ചെരുവിലെ ചെറു കെട്ടിടത്തിൽ സഞ്ചാരികൾക്ക് നിൽക്കാം. അതിനുള്ളിലാണ് ആനയൂട്ടിനുള്ള വിഭവങ്ങൾ തയ്യാറാക്കുന്നത്. ഓരോ ആനയുടെയും പേര് കൊത്തിയ ഫലകത്തിനോട് ചേർന്നാണ് അവയ്ക്കുള്ള ഭക്ഷണവും. മുതിര, റാഗി, അരി, ഉപ്പ്, ശർക്കര, നാളികേരം, കരിമ്പ് എന്നിവ സംയോജിപ്പിച്ചതാണ് ആനയൂട്ടിനുള്ള ഭക്ഷണം. ക്യാമ്പിൽ 27 ആനകളുണ്ട്. അതിൽ മഹാവികൃതിക്കാരെ അകലെ പാർപ്പിച്ചിരിക്കുന്നു. കുളി കഴിഞ്ഞ് ആനകൾ കുന്നുകയറി വരുന്നത് സുന്ദരമായ കാഴ്ചയാണ്. ചങ്ങലയും പാപ്പാനും കൂടെ ഉണ്ടെങ്കിലും കാടിന്റെ പശ്ചാത്തലത്തിൽ സഹ്യന്റെ മക്കളെ കൺനിറയെ കാണാം. പിന്നീട് കുങ്കിയാനകൾക്ക് പരിശീലനമാണ്. കാട്ടാനകളെ മെരുക്കാനോ അവയെ ഓടിക്കാനോ കുങ്കിയാനകൾക്ക് കഴിയുന്നത് ഈ പരിശീലനത്തിലൂടെയാണ്. കൗതുകമാർന്നൊരു പ്രക്രിയയാണ് ഈ പരിശീലന പരിപാടി. പിന്നീട് ഓരോ ആനയും ക്യാമ്പിന്റെ മുന്നിൽ അഴിയുടെ അപ്പുറത്തായി വന്നു നിൽക്കും. ആനകളുടെ കൊമ്പ്, പാദം എന്നിവിടങ്ങളിൽ വേപ്പെണ്ണ തേച്ചു കൊടുക്കുന്നതാണ് അടുത്ത പടി. തല കുലുക്കി ആരെയും ആകർഷിക്കുന്ന മട്ടിൽ നടന്നെത്തുന്ന കുഞ്ഞാനകൾ ഓസ്കാർ നേടിയ ഡോക്യുമെന്ററിയിലെ താരങ്ങളാണ്. രഘുവും ബൊമ്മിയും. ബൊമ്മിയുടെ അടുത്ത് നിൽക്കുന്നത് പാപ്പാൻ ബൊമ്മൻ. തുമ്പിക്കൈ ചേർത്താണ് ഈ കുഞ്ഞാനകൾ ആശയം കൈമാറുന്നത്. ഇടതുവശത്തുള്ളത് ബൊമ്മി, കൊമ്പുള്ളത് രഘു. പാപ്പാന്മാർ ഓരോരുത്തരായി തങ്ങളുടെ ആനകൾക്ക് ഭക്ഷണം വായിൽ വെച്ച് കൊടുക്കുകയാണ് പതിവ്. ക്യാമ്പിന് ചുറ്റും ആനയൂട്ട് നടക്കുന്നു. ഇതിനിടയിൽ ഹനുമാൻ കുരങ്ങുകൾ കൂട്ടത്തോടെ എത്തി ആനകളുടെ ഭക്ഷണം കൈക്കലാക്കി ശാപ്പിടുന്നുണ്ട്. മാനുകൾ ആനയൂട്ടിനിടയിലേക്ക് വന്ന് എത്തി നോക്കി പോകും. ഊണ് കഴിഞ്ഞാൽ വലിയ വികൃതി കാണിക്കാത്ത ആനകളെ കാട്ടിലേക്ക് മേയാൻ വിടും. അവ ഒറ്റയ്ക്ക് പോയി സ്വാഭാവിക ഭക്ഷണം കഴിച്ച് തിരിച്ചു വരും. പിന്നെ വൈകിട്ടാണ് ഊട്ട്. സ്വാതന്ത്ര്യമില്ലെങ്കിലും കാടും കാടിന്റെ അന്തരീക്ഷവും മുതുമലയിലെ ആനകൾക്കുണ്ട്. തമിഴ്നാട് വനം വകുപ്പ് അതീവ ശ്രദ്ധയാണ് ആനയൂട്ടിന് നൽകുന്നത്. അതുകൊണ്ട് തന്നെ സഞ്ചാരികൾക്ക് തികച്ചും സുരക്ഷിതവും വ്യത്യസ്തവുമായ അനുഭവമാണ് ആനയൂട്ട്. തെപ്പക്കാടുള്ള മുതുമല കടുവാ സങ്കേതം ഓഫീസിൽ നിന്ന് ടിക്കറ്റ് എടുക്കണം. എലിഫന്റ് ക്യാമ്പിലേക്ക് കാറിൽ പോകാം. ഗേറ്റിന് മുൻവശത്ത് പാർക്ക് ചെയ്യാം. കയ്യിൽ ലഘു ആഹാരമോ മറ്റോ കരുതരുത്. ഏറെ കുരങ്ങന്മാർ കറങ്ങി നടപ്പുണ്ട്. അവ കൈക്കലാക്കും. റൂട്ട്: നിലമ്പൂർ ഗൂഡല്ലൂർ തെപ്പക്കാട് 119 കിലോമീറ്റർ. കൽപ്പറ്റ ഗൂഡല്ലൂർ തെപ്പക്കാട് 140 കിലോമീറ്റർ. മൈസൂരു ഗുണ്ടൽപേട്ട് ബന്ദിപ്പുര തെപ്പക്കാട് 91 കിലോമീറ്റർ. ഊട്ടി കല്ലട്ടിച്ചുരം മസിനഗുഡി തെപ്പക്കാട് 35 കിലോമീറ്റർ.